കോവിഡ് വൈറസ് ലോകത്ത് വരുത്തിയ മാറ്റങ്ങൾ ചില്ലറയല്ല. മനുഷ്യരുടെ ജീവിതത്തിലും ഇടപെടലുകളിലും സ്വിച്ചിട്ട പോലെ മാറ്റങ്ങൾ വന്ന ദിനങ്ങൾ. എന്നാൽ ചിലരുടെ ജീവിതത്തിൽ കോവിഡ് വൈറസ് ശില്പങ്ങൾ വിരിയിച്ചു. തൃശ്ശൂർ മനക്കൊടി സ്വദേശി പ്രമോദ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കോവിഡ് വൈറസ് ഉണ്ടാക്കിയത് കലാപരമായ ഉണർവാണ്. മരപ്പണിക്കാരനായ തൃശ്ശൂർ മനക്കൊടി സ്വദേശി പ്രമോദിൻ്റെ വീട് നിറയെ തെങ്ങിൻതടിയിൽ തീർത്ത മനോഹര ശില്പങ്ങളാണ്. പ്രകൃതി, പുരാണം എന്നിവ പ്രമോദിൻ്റെ ശില്പങ്ങളിൽ തെളിഞ്ഞു കാണാം. പ്രമോദിൻ്റെ മനസ്സിൽ കലയോടുള്ള താല്പര്യം പണ്ടേ ഉണ്ടായിരുന്നു. പക്ഷേ ചില പണിത്തിരക്കുകളിൽ അത് മറഞ്ഞു കിടക്കുകയായിരുന്നു. എൻ്റെ കല്യാണം കഴിഞ്ഞേക്കാളും മുന്നേ ആൾക്ക് അതിനോട് താല്പര്യം ഉണ്ടായിരുന്നു. ഞങ്ങൾ തൃശ്ശൂരായിരുന്നു, നടുവിലാലിൻ്റെ അവിടെ വെച്ചിട്ടേ വലിയ വലിയ ശില്പങ്ങളൊക്കെ ഉണ്ടാക്കി ആൾ കൊടുക്കാറുണ്ട്. ഞാൻ ചെന്നത് കണ്ടതിന് ശേഷം പിന്നെ കുറേ കാലമായിട്ടത് നിർത്തി വെച്ചു. പിന്നെ പുറം പണിക്ക് മരപ്പണിക്ക് പോവായിരുന്നു. മരപ്പണി കഴിഞ്ഞ് വന്ന് പിന്നെ വീട്ടിൽ വന്നാൽ പിന്നെ ആൾക്ക് ഇതിനൊന്നും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല ആ സമയത്തൊന്നും. ഇവിടെ വന്ന് താമസിച്ചതിന് ശേഷമാണ് പിന്നീട് അത് തുടങ്ങിയത് ആൾ. അതിനുശേഷം പിന്നെ ഓരോരുത്തർ വീട്ടിൽ പിന്നെ പുറത്തേക്കൊക്കെ ഓരോ ശില്പങ്ങൾ ഉണ്ടാക്കാനൊക്കെ ആയിട്ട് ഓരോരുത്തർ വിളിച്ചു. സ്നേഹതീരത്തും പിന്നെ അതേപോലെ ഓഹോ ബീച്ചിലൊക്കെ ആൾ പോയി ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ശില്പങ്ങളും ഓരോ സാധനങ്ങളൊക്കെ ആൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. കോവിഡ് സമയം വീട്ടിലിരിക്കേണ്ടി വന്നപ്പോഴാണ് പ്രമോദിൻ്റെ മനസ്സിൽ ശില്പങ്ങളുടെ ആശയം ഉദിക്കുന്നത്. നേരമ്പോക്കിനായി പാഴ്മരങ്ങളെടുത്ത് കൊത്തി തുടങ്ങി. പിന്നീടത് ഒരാവേശമായി കൂടെ കൂടി. മരപ്പണിയാണല്ലോ, അപ്പോൾ ഇതിലൂടെ നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് താല്പര്യം എന്നുള്ളത് നമ്മൾ ഓരോന്ന് ഉണ്ടാക്കി തുടങ്ങും. വെറുതെ ഇരിക്കല്ലേ കോവിഡ് കാലഘട്ടത്തിൽ. അപ്പം അങ്ങനെ തെങ്ങും മുട്ടിയുള്ള അടുത്തുള്ള വീട്ടുകാരൊക്കെ തരുന്നു. അപ്പോൾ ഞാൻ അതിൽ ചെയ്യണു. അന്ന് വെറുതെ ഇരിക്കല്ലേ, പിന്നെ വൈകുന്നേരം വെറുതെ ഇരിക്കണ ഇതില്ല, അപ്പോൾ പഠിക്കണോ, അത്രയേ ഉള്ളൂ. തെങ്ങിൻ തടികളിൽ ശില്പങ്ങൾ ഒരുക്കുന്നവർ കേരളത്തിൽ അധികമില്ല. സാധാരണ മരത്തിൽ നിന്ന് വ്യത്യസ്തമായി തെങ്ങിൻ തടിയിൽ ശില്പങ്ങൾ ഒരുക്കുന്നതിൽ ചില വെല്ലുവിളികളുണ്ട്. ഇവിടെ കണ്ടത് തെങ്ങില്ലേ, ആദ്യം തൊലി ചെത്തും. തൊലി ചെത്തിയിട്ട് അതിൻ്റെ ചോറ് കളഞ്ഞ് അത് ഫിനിഷാക്കും. എന്നിട്ട് ഞാൻ ഇത് വർക്ക് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ മറ്റുള്ള മരങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം അതിൻ്റെ വെള്ള കളയും. ഉള്ള കാതലുകൊണ്ട് നൈസായിട്ട് അതിൽ എന്തിട്ടാണ് കിട്ടണത് അതൊക്കെ ചെയ്യും. ചിലപ്പോൾ കുറച്ച് ഉള്ള കിട്ടണമുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചായിട്ട് ചെയ്യും. പിന്നെ ഇതിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒച്ചിനെ വരെ വെറുതെ വിട്ടിട്ടില്ല, ആഫ്രിക്കൻ ഒച്ചിനെ. തെങ്ങിൻ്റെ തടിയിൽ നാരുകളുടെ ആധിക്യം ഉള്ളതിനാൽ കൊത്തുപണികൾക്ക് അത്ര വഴങ്ങില്ല. സുഹൃത്തുക്കൾ നൽകുന്ന തെങ്ങുകൾ നടുപൊളിച്ച് ചോറ് കളഞ്ഞ് പുറന്തോട് മാത്രം ഉപയോഗിച്ചാണ് മനോഹരമായ ശില്പങ്ങൾ നിർമ്മിക്കുന്നത്. ഉളി, ചുറ്റിക, ഉരക്കടലാസ്, പോളിഷ് എന്നിവയാണ് ശില്പനിർമ്മാണ സാമഗ്രികൾ. ഒരു മരം കയ്യിൽ കിട്ടി കഴിഞ്ഞാൽ അതിൽ നമ്മുടെ ഒരു ഇത് ഉണ്ടാവുമല്ലോ, ഇന്ന ആളെ ഉണ്ടാക്കണം അല്ലെങ്കിൽ ഇന്ന സാധനം അതിൽ ഉണ്ടാക്കണം എന്ന് തോന്നി ഇതായിട്ടുണ്ടെങ്കിൽ അതപ്പോൾ പിടയ്ക്കും. പിന്നെ വേരും മറ്റുള്ള കഷ്ണങ്ങൾ കിട്ടുമ്പോൾ അതിൽ തന്നെ എന്തെങ്കിലും ഉണ്ടാവും, അതിനെ പുറത്തെടുക്കുക, അത്രയേ ഉള്ളൂ. വേറെ ഒന്നുമില്ല, പോളിഷ് ചെയ്യുക. അതിങ്ങനെ ചോദിക്കുക, ആരെങ്കിലും വന്ന് ചോദിച്ചാൽ എടുത്തു കൊടുക്കും, അവരെന്തെങ്കിലും തന്നാൽ മേടിക്കും, അത്രയേ ഉള്ളൂ. കോവിഡ് വൈറസിൽ തുടങ്ങിയ ശില്പനിർമ്മാണം രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക പരിസരം കടന്ന് മുന്നോട്ട് വ്യാപിക്കുകയാണ്. കൊറോണ സമയത്ത് കാരണം വെച്ചാൽ ഞാൻ ഭൂമിനെ കൊറോണയുടെ ഇതെന്ന് പറഞ്ഞാൽ ഭൂമിനെ ഈ പാമ്പും കഴുകനും ചുറ്റണമെന്ന കൊറോണയുടെ ഇതില്ലേ എംബ്ലം, അത് കണ്ടില്ലേ, അതാണ് അതിൽ. ദേശീയ സംസ്ഥാന നേതാക്കളുടെയും നവോത്ഥാന നായകരുടെയും ശില്പങ്ങളാണ് പ്രമോദിൻ്റെ വീട്ടിൽ കൂടുതലും. ട്രാൻസ്പോർട്ട് ബസ് ഇടിച്ചില്ലേ, അപ്പം അന്ന് രാത്രിക്ക് ഉണ്ടാക്കിയതാണ് ഈ ശക്തൻ തമ്പുരാനാണ്. ശക്തൻ തമ്പുരാൻ, ഗാന്ധിജി, ടാഗോർ, അംബേദ്കർ, ശ്രീനാരായണ ഗുരു, ദീൻദയാൽ ഉപാധ്യായ, സുഭാഷ് ചന്ദ്രബോസ്, EMS, KG മാരാർ, K കരുണാകരൻ, നവാബ് രാജേന്ദ്രൻ തുടങ്ങി നരേന്ദ്രമോദിയെ വരെ ശില്പങ്ങളിൽ കാണാം. രവീന്ദ്രനാഥ ടാഗോർ, നരേന്ദ്രമോദി, ഒരു ആൾ കുടം പിടിച്ച് പോണത്, നവാബ് രാജേന്ദ്രൻ, ഗോവിന്ദ പൈ, സുരേഷ് ഗോപി, ഗാന്ധിജി, യൂസഫ് അലി,
സഖാവ് കൃഷ്ണപിള്ള, ഷേക്സ്പിയർ. മരപ്പണിക്കാരനായ പ്രമോദ് ജോലിയുടെ ഇടവേളകളിലും രാത്രി വൈകിയും സമയം കണ്ടെത്തിയാണ് ഓരോ ശില്പങ്ങളും പൂർത്തിയാക്കുന്നത്. കഴിഞ്ഞ 6 വർഷത്തെ പ്രമോദിൻ്റെ പ്രയത്നമാണ് ഈ ശില്പങ്ങൾ. പിന്നെ വെക്കാനുള്ള സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ മറ്റേ ഒരു സ്റ്റാൻഡ് മാതിരി ഉത്തരത്തിൻ്റെ മുകളിൽ ഇതാക്കിയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇടയ്ക്ക് വെക്കും. ഇപ്പോൾ വീട്ടിൽ 42 ഉണ്ട്. പിന്നെ പെങ്ങളെ വീട്ടിൽ ഒരു 8 ഇരിക്കുന്നുണ്ട്. കൂട്ടുകാരെ വീട്ടിൽ ഒരു 4 ഇരിക്കുന്നുണ്ട്. തളിക്കുളത്ത് ഇരിക്കുന്നുണ്ട്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കൊണ്ടുവച്ചിരിക്കണം. പ്രമോദിൻ്റെ വീട്ടിൽ മഹാരഥന്മാരുടെ സമ്മേളനമാണ്. സമൂഹ മാധ്യമങ്ങൾ വഴി കണ്ടും കേട്ടുമറിഞ്ഞ് പ്രമോദിൻ്റെ ശില്പങ്ങൾ തേടി ആളുകൾ വരാറുണ്ട്. ആവശ്യങ്ങൾക്കനുസരിച്ച് ശില്പങ്ങൾ നിർമ്മിച്ച് നൽകാറുമുണ്ട്. വീടുകളിൽ അലങ്കാര വസ്തുക്കളായും രാഷ്ട്രീയ വേദികളിലെ പുരസ്കാരങ്ങളായും കലാസാംസ്കാരിക ഇടങ്ങളിലെ പ്രതിമകളായും പ്രമോദിൻ്റെ ശില്പങ്ങൾ ഇപ്പോൾ ഇടം പിടിക്കുന്നുണ്ട്. രമേശ് ചെന്നിത്തല ഇന്നലെ രാത്രിയാണ് ഞാനത് ചെയ്തത്. ഇന്ന് മറ്റേ ഒരു 11 മണിയാകുമ്പോഴേക്കും ഞാനത് കൊണ്ടുകൊടുത്തു. ഇന്നലെ രാത്രി തൊട്ടാണ് തന്നെ വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. അത് അത്ര വൃത്തിയായിട്ടില്ല, എന്നാലും പറഞ്ഞത് ഇതിൽ കൊണ്ടുകൊടുത്തു എന്ന്. പ്രമോദ് തൻ്റെ കലാവിരുത് ജനങ്ങളിലേക്ക് എത്തിക്കാനായി വ്യത്യസ്തമാർന്ന ചില പ്രദർശനങ്ങളാണ് ഒരുക്കാറുള്ളത്. പ്രമോദ് ആശാരിപ്പണിക്ക് പോകുന്ന സ്ഥലങ്ങളിൽ ശില്പങ്ങളുടെ പ്രദർശനം ഒരുക്കുന്നതും ആളുകളിൽ കൗതുകം ഉണർത്തുന്നു. കൊത്തുപണികളൊക്കെ കൊത്തി കഴിയുമ്പോൾ ഞങ്ങളോട് കാണിച്ചു തരാറുണ്ട്. അപ്പം അങ്ങനെയാണ് ആൾക്ക് ഇത്തരത്തിലുള്ള ഒരു ഇതുണ്ട് എന്നുള്ളത് തന്നെ ഞങ്ങൾ അറിയുന്നത്. അതിനുശേഷം ഇപ്പോൾ ആൾ പറഞ്ഞ പോലെ തന്നെ പല സ്ഥലങ്ങളിലും അത് പ്രദർശിപ്പിക്കാനുള്ള ഒരു അവസരവും, അതുപോലെ ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഗ്രാമത്തിൽ പ്രമോദേട്ടൻ്റെ ഇത് ഇപ്പം ഇങ്ങനെ മറ്റ് മീഡിയാസിലൂടെയും കൂടിയും അറിയാൻ സാധിക്കുന്നു എന്നുള്ളതിൽ തന്നെ ഞങ്ങൾക്ക് അയൽവാസികൾ എന്നുള്ള നൽകിയൊരു സന്തോഷമുണ്ട്. പല വർക്കും റിയലിസ്റ്റിക്കാണ്. അതിപ്പോൾ മഹാത്മാഗാന്ധി മുതൽ മാർക്സിസ്റ്റ് സൈദ്ധാന്തികൻ EMS ആയാലും ഡോക്ടർ അംബേദ്കർ രൂപമായാലും എല്ലാം ഒരു തവണ ശ്രദ്ധിച്ചിട്ടുള്ള എല്ലാ വ്യക്തികളെ ശ്രദ്ധിച്ചിട്ടുള്ള ആൾക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ആ വിധത്തിലാണ് അദ്ദേഹത്തിൻ്റെ വർക്ക് പുരോഗമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്രത്യേക ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ല. ഒരുവിധ ആൾക്കാർക്ക് കണ്ടാൽ മനസ്സിലാവും. ഭാര്യയും മക്കളുമാണ് ശില്പനിർമ്മാണത്തിൽ പ്രമോദിൻ്റെ പ്രചോദനം. മരം മുറിക്കാനും മറ്റു ചില്ലറ സഹായങ്ങൾക്കും ഭാര്യ ബിന്ദു ഒപ്പം ചേരും. പ്രോത്സാഹനമായി മക്കളായ ആതിരയും അക്ഷയും ഒപ്പമുണ്ട്. ആൾ ശില്പം വരച്ചിട്ട് കഴിഞ്ഞാൽ അത് ഉണ്ടാക്കി തുടങ്ങുമ്പോൾ തന്നെ എന്നോട് ചോദിക്കും, ഇതെങ്ങനെയുണ്ട്, ആ രൂപമായോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിന് ഞാൻ നോക്കിയിട്ട് അത് ശരിയല്ലാത്തതാണെങ്കിൽ ആ ഭാഗം ഇന്നത് ചെയ്യണം, ഇന്ന പോലെ ചെയ്യണം എന്നൊക്കെ പറയും. ഞാനായാലും കുട്ടികളായാലും അതങ്ങനെ പറയും. അപ്പോൾ അതിനനുസരിച്ച് ആളത് ക്ലിയറാക്കി എടുക്കും. പ്രമോദിൻ്റെ ശില്പങ്ങൾ സ്വയം ആർജിച്ചെടുത്ത പരിസ്ഥിതി സൗഹൃദപരമായ ഒരു കലാരൂപമാണ്. ഇതിൽ കുരങ്ങനുണ്ട്, മറ്റേ കുതിരയുണ്ട്, പാമ്പുണ്ട്, മറ്റേ കയ്യുണ്ട്, ഒരു പക്ഷിയുണ്ട്. എന്താണ് ഇതിൻ്റെ അത് എല്ലാ പ്രകൃതിയിലുള്ള എല്ലാ സാധനങ്ങളും അതിലുണ്ടെന്നാണ്. ജന്തുക്കൾ തൊട്ട് ആകാശത്തുള്ള പറവകൾ വരെ ഉണ്ട് അതിൽ. മനക്കൊടി ബ്രൈറ്റ് നഗറിലെ പ്രമോദിൻ്റെ വീട് ഒരു നാടൻ ആർട്ട് ഗാലറിയാണ്. ഫോട്ടോ കിട്ടിയാൽ അതേമാതിരി അടിക്കാൻ പറ്റുമെന്ന് നോക്കും. അത് ഉളി കയ്യിൽ വഴങ്ങല്ലോ. ഉളി കയ്യിൽ വഴങ്ങുമ്പോൾ അതിനനുസരിച്ച് എങ്ങനെ പിടച്ചു വിട്ടണു അതുള്ളൂ. അങ്ങനെ ഈ ആഴ്ചയിലെ സെൻട്രൽ മാഗസിൻ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ആഴ്ച പുതുമയുള്ള കാഴ്ചകളും കൂടുതൽ വിശേഷങ്ങളും വ്യത്യസ്തമാർന്ന അനുഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.